നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചില കൂടിക്കാഴ്ചകൾ മനുഷ്യഹൃദയങ്ങളിൽ നിന്നും ആഴത്തിൽ പതിയുന്നതാണ്. അത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, അതിൻ്റെ അവസാനം, അങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. 6ാം മാസത്തിൽ അനാഥാലയത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞ് പെറ്റമ്മയെ തേടി 42 വർഷങ്ങൾക്ക് ശേഷം ബെൽജിയത്ത് നിന്നും മകൾ തിരികെ എത്തുകയാണ്. മകളെ കണ്ട കുറ്റബോധത്തിൽ വിങ്ങിപ്പൊട്ടുന്ന അമ്മയുടെ ദൃശ്യങ്ങൾ, ഏവരുടെയും കണ്ണ് നനയിക്കുന്ന ഒരു അമ്മ മകൾ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. 42 വർഷം മുമ്പ് 1983 എറണാകുളം സെന്റ് തെരേസ കോളേജ് ക്യാമ്പസിലുണ്ടായിരുന്ന അനാഥാലയത്തിൽ നിന്നും ബെൽജിയം ദമ്പതികൾ ദത്തെടുത്ത നിഷ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് കേരളത്തിലേക്ക് ഇപ്പോൾ പെറ്റമ്മയെ തേടി നാട്ടിലെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് നിഷയെക്കുറിച്ചുള്ള വാർത്ത മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞത്. തൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം, അമ്മയോടൊരു വാക്ക് സംസാരിക്കണം, കൂടെ നിർത്തണം, ആരെയും കുറ്റപ്പെടുത്താനൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പെറ്റമ്മയെ കാണാനുള്ള ആ ഒരു വെമ്പൽ അത് വാർത്തകളിലൊക്കെ നിറഞ്ഞിരുന്നു. വാർത്ത കണ്ട മണിക്കൂറുകൾക്കുള്ളിൽ നിഷയെ തിരിച്ചറിഞ്ഞത് അവളുടെ അർദ്ധ സഹോദരനാണ്. സഹോദരൻ കുഞ്ഞിനെ തിരിച്ചറിയുകയും പിന്നീട് ഈ വിഷയം ബന്ധുക്കളെ അറിയിക്കുകയും ചെയ്തു. നിഷയുടെ അർദ്ധ സഹോദരന്റെ പേര് ബിനോയ് ചാക്കോ എന്നാണ്. 6 മാസം മാത്രം പ്രായമുള്ളപ്പോൾ നിഷയെ അനാഥാലയത്തിൽ എത്തിക്കുമ്പോൾ ബിനോയ് ചാക്കോ 10ാം ക്ലാസ്സിലായിരുന്നു എന്നാണ് സൂചന. ബിനോയ് ചാക്കോയാണ് തൃശ്ശൂരിലെ ഒരു വയോജന കേന്ദ്രത്തിലുള്ള അമ്മയുടെ അടുത്തേക്ക് നിഷയെയും കൊണ്ടുപോയത്. മറ്റൊരു വഴിയുമില്ലാതെ തനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്ന മകളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കാൻ പോലും ആകാതെ ആ അമ്മ ആദ്യം തല താഴ്ത്തിയിരുന്നു. കണ്ട ഓർമ്മ പോലുമില്ലാത്ത തൻ്റെ പെറ്റമ്മയെക്കുറിച്ച് നേരെ നോക്കി, പെറ്റമ്മയെ കണ്ടെത്താനുള്ള നേരം നോക്കി നിന്ന നിഷ പിന്നീട് അവരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് ഉണ്ടായത്. കണ്ടു നിന്നവരുടെയൊക്കെ കണ്ണ് നിറയിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. കൊതിതീരും വരെ അവർ അമ്മയെ കണ്ട് സംസാരിച്ചു. ഭർത്താവ് യോസിനെയും മകൾ രായയെയും അവൾ അമ്മയ്ക്ക് വേണ്ടി പരിചയപ്പെടുത്തി നൽകി. താൻ തിരിച്ചു വരുമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഇന്ന് നിഷ ഈ നാട്ടിൽ നിന്ന് മടങ്ങിയത്. എന്തിന് തന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിഭവം പറയാനോ ഉള്ള ഒരു തിരിച്ചു വരവല്ല ഇത്. ആരെയും കുറ്റം പറയാനോ പരാതി പറയാനോ ഇല്ലാതെ തൻ്റെ അമ്മയെ ഒരു നോക്ക് കണ്ട് സംസാരിച്ച് കഴിയുമെങ്കിൽ കൂടെ ഇനി അങ്ങോട്ട് ജീവിക്കാനുള്ള തീരുമാനം, അതായിരുന്നു നിഷയുടെ ഈ ഒരു വരവിൻ്റെ ഉദ്ദേശം. എന്തായാലും മാധ്യമങ്ങളുടെ കൃത്യമായ ഇടപെടൽ ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഏറ്റവും വലിയ സഹായമായി മാറി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇന്നവർ സന്തോഷവതിയാണ്. നിവർത്തികേട് കൊണ്ട് സ്വന്തം മകളെ ഉപേക്ഷിക്കേണ്ടി വന്ന അമ്മയുടെ അവസ്ഥ, എന്ത് സംഭവിച്ചാലും തൻ്റെ നല്ല കാലത്ത് ആ അമ്മയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ മുൻകൈയെടുത്ത മകൾ, ആ ഒരു കാഴ്ചയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിറയെ. പെറ്റമ്മയെയും പോറ്റമ്മയെയും എല്ലാം കൂടെ നിർത്തി ഇനി ഒരു പുതിയ ജീവിതത്തിന് തുടക്കം, അതിൻ്റെ ആഹ്ലാദമാണ് ഇന്നവരുടെ മുഖത്ത്. അതാണ് നിഷയുടെ ഓരോ ചിരിയിലും ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ടാണ്. പക്ഷേ ഇതേ രീതിയിൽ മറ്റൊരു സംഭവം കൂടെ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഹൃദയം നുറങ്ങുന്ന ഒരു കണ്ണീരോടെ ചെറു പുഞ്ചിരിയോടെ മാത്രം കണ്ടു നിൽക്കാൻ പറ്റുന്ന ചില കൂടിക്കാഴ്ചകൾ. അങ്ങ് കൊല്ലത്ത് നിന്നും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സമാന രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. കൊല്ലം ഗാന്ധി ഭവനിൽ ഒരച്ഛനും മകളും കൂടിക്കാഴ്ച നടത്തിയ ഒരു സംഭവമാണത്. വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടമായ അച്ഛനെ തിരികെ കിട്ടിയപ്പോൾ മകൾ സന്തോഷം കൊണ്ട് മതിമറന്നു നിൽക്കുന്ന സാഹചര്യം. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചൊരു മുത്തം നൽകി. മകളെ കണ്ടുമുട്ടിയ സന്തോഷത്തിൽ അച്ഛൻ്റെയും പിതാവിനെ കിട്ടിയ സന്തോഷത്തിൽ മകളുടെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. അമ്മ മരിച്ചതോടെ തന്നെ നോക്കാൻ ആരുമില്ല എന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് സങ്കീർത്തന എന്ന് പറയുന്ന പെൺകുട്ടി 4 വർഷം മുമ്പ് ഗാന്ധി ഭവനിലേക്ക് എത്തിയത്. വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനെ നഷ്ടപ്പെട്ടു പോയതായിരുന്നു. മാനസികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന അച്ഛൻ ഒരിക്കൽ ആരോടും പറയാതെ വീട് വിട്ടിറങ്ങിപ്പോയതാണ് എന്ന് സങ്കീർത്തന പിന്നീട് പറയുകയുണ്ടായി. സങ്കീർത്തനയും അമ്മയും അച്ഛനു വേണ്ടി ഒരുപാട് തിരച്ചിലുകൾ നടത്തിയെങ്കിലും അത് വിഫലമായിരുന്നു. പിന്നീട് അമ്മയും മകളും മാത്രമുള്ള ജീവിതം. പക്ഷേ ഇതിനിടയിൽ അമ്മ മരണപ്പെട്ടു. പിന്നീട് സങ്കീർത്തന തനിച്ചായി അനാഥാലയത്തിലേക്ക് എത്തി. അച്ഛൻ മരിച്ചുപോയി എന്നായിരുന്നു ഈ കുഞ്ഞ് കരുതിയത്. അമ്മയും മകളും ആ ഒരു വിശ്വാസത്തിൽ തന്നെയായിരുന്നു ഇതിനു മുമ്പ് വരെ ജീവിച്ചതും. 4 വർഷം മുമ്പ് അമ്മ മരിച്ചതോടെ ഒറ്റപ്പെട്ടുപോയ സങ്കീർത്തനയെ പത്തനാപുരം ഗാന്ധി ഭവനിൽ എത്തിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഉറ്റവരും ഉടയവരും ആരുമില്ലെന്ന വിശ്വാസത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയും
കുറച്ചുപേരെ മെഡിക്കൽ കോളേജിൽ നിന്നും പത്തനാപുരം ഗാന്ധി ഭവനിലേക്ക് എത്തിക്കുന്നത്. ആ കൂട്ടത്തിൽ ഈ പറയുന്ന സങ്കീർത്തനയുടെ അച്ഛനും ഉണ്ടായിരുന്നു. മകളെ തിരിച്ചറിഞ്ഞ അച്ഛൻ പാറു എന്ന് വിളിച്ച് ഓടിയെത്തിയപ്പോഴാണ് മകളും തൻ്റെ അച്ഛനാണല്ലോ അത് എന്ന് തിരിച്ചറിഞ്ഞത്. പഠിച്ച് ജോലി വാങ്ങി ഇനി തൻ്റെ അച്ഛനെ കൂടെ നിർത്തണം, സംരക്ഷിക്കണം എന്നതാണ് ഇന്ന് ആ പെൺകുട്ടിയുടെ ആഗ്രഹം. എന്തായാലും ഇത്തരം കൂടിക്കാഴ്ചകൾ എന്നും മനുഷ്യരുടെ മനസ്സിൽ ഒരു ചെറിയൊരു നനവ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും ആഹ്ലാദകരമായിട്ടുള്ള ഒരു പര്യവസാനം തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്.